ഹലോ, വെൽക്കം ടു നിഷ പ്ലീസ് വേൾഡ്. ഇന്നൊരു ചെറിയ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ടോക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ പഴയ ജനറേഷനിലുള്ള ആളുകൾ, ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾ, അപ്പം ഒരു പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല ഫംഗ്ഷനിലൊക്കെ നല്ല നല്ല ഡ്രസ്സുകൾ ഇടുമ്പം, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷന് ഡാൻസ് ചെയ്യുമ്പം ഒക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചിലർ ഭയങ്കര ജലസിയായിട്ട് അതിൻ്റെ ഇടയിൽ സംസാരിക്കണ കാണാം. എൻ്റെ വല്ല ആവശ്യമുണ്ടോ, അങ്ങനെ ഇങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും കുറച്ച് പറയണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. അപ്പോൾ അവരൊരു ഫംഗ്ഷന് നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമ്പം എന്തുകൊണ്ട് നമുക്ക് സന്തോഷിച്ചുകൂടാ? നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് അവർ ചെയ്തുകൂടാ, അവർക്കും ചെയ്തുകൂടാന്നൊന്നുമില്ലല്ലോ. അവരുടെ ആ ഏജിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ. ഇനി നമ്മളെ പ്രായത്തിൽ, ഇപ്പോഴും എൻ്റെ ഈ പ്രായത്തിലൊക്കെ ഞാനിപ്പോൾ ഡാൻസ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും എത്രയോ ബെറ്റർ അല്ലേ ആ ഒരു ചെറിയൊരു ഏജിൽ അവർക്ക് ഇഷ്ടമുള്ള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? അപ്പോൾ അവരുടെ ആ ഒരു എനർജി എന്തെങ്കിലും അവരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക, നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വിടുക. അതിപ്പോൾ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അവരുടെ ആ ഒരു നല്ല ഏജിലുള്ള ആ ഒരു എനർജി വേസ്റ്റ് ആക്കാതെ അത് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ പുതിയ കാര്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ എൻകറേജ് ചെയ്യുക. കാരണം ഇനി വരുന്ന ആ ഒരു ലോകത്തേക്ക് നമ്മൾ എത്ര പഠിച്ചാലും മതിയാവാത്തൊരു ലോകത്തേക്കാണ് അവർ ഇറങ്ങുന്നതല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഐഡിയാസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസൊക്കെ കൊണ്ടുവരാനായിട്ട് അവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത് കേട്ടോ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഈ മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ പോലും ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റ്സ് തരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നും, എന്തിനാണ് ഇത്രയും നല്ല കാര്യം കണ്ടിട്ട് ഇവർ ബാഡ് കമൻറ്റ് പറയുന്നതെന്നൊക്കെ വിഷമം തോന്നാറുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഇനി പറയാൻ തോന്നുമ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ഓർക്കുക. അവരുടെ ഏജ് അതാണ്, അവർക്ക് നന്നായി ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഏജാണ്. ആ ടൈമിൽ അവർ ചെയ്യട്ടെ, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യട്ടെ, അതുപോലെ തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യട്ടെ, സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യട്ടെ. ഇപ്പം ഈ ഗെയിംസിലൊക്കെ എല്ലാ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒക്കെ എല്ലാ ഗെയിംസും അവർ കളിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ കോമ്പറ്റീഷൻ ലെവലിലൊക്കെ വേൾഡ് ലെവലിൽ വരെ എല്ലാ ഗേൾസും ലേഡീസും ഒക്കെ പങ്കെടുക്കുന്നത്. അപ്പം ആ ഒരു പങ്കെടുക്കുന്ന ആൾ നമ്മളെ വീട്ടിൽ നിന്നാവുകയാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ. അപ്പം ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി, കുറേ ആയി ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളോട് അത് പങ്കുവയ്ക്കുകയാണ്. സോ എൻകറേജ് ഓൾ ദി ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. പാരൻസ് നമ്മുടെ കുട്ടികൾ നാളെ വലിയ വലിയ ഗെയിംസ് ടൂർണമെൻറ്റ്സൊക്കെ പോയി കളിച്ച് ജയിച്ച് വരട്ടെ. അതുപോലെ ഡാൻസ് പ്രോഗ്രാംസിലൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫേമസ് ആവട്ടെ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും എഡ്യൂക്കേഷനിലാണെങ്കിൽ പുതിയ പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് ഓരോ നല്ല നല്ല കോളേജുകളിൽ ചേരട്ടെ. അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസാണ് അത്യാവശ്യം. അതുകൊണ്ട് എല്ലാ വിധത്തിലും അവരുടെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനെ അവർക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. സോ